ഹലോ ഗെയ്സ്, എന്നോട് പലരും മൂന്നാറിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. എന്നാൽ ഞാൻ അവരോട് സ്നേഹത്തോട് പറയും, മൂന്നാറിനെക്കുറിച്ച് അറിയണമെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പുള്ള മൂന്നാറിൻ്റെ ഒരു കണ്ണുനീരിൻ്റെ കഥയുണ്ട്. അത് കോൺക്രീറ്റ് കാടുകൾ വരുന്നതിന് മുമ്പ് ഉള്ള ഒരു മൂന്നാർ. ഇന്ന് കാണുന്ന മൂന്നാറിൽ മൊത്തവും പച്ചപ്പായിട്ട് നിൽക്കുന്ന തേയിലയാണ്. ഏകദേശം 1800 ആരംഭത്തിൽ ആണ് മൂന്നാറിൽ തേയിലകൾ വരുന്നത്. അവിടെ ഒരു തേയില ഫാക്ടറിയുടെ മാനേജരായിട്ട് ഒരു ഹെൻറി നൈറ്റ് എന്നൊരു സായിപ്പുണ്ടായിരുന്നു. അദ്ദേഹം വിവാഹം കഴിഞ്ഞു ഹണിമൂൺ പീരീഡ് ആയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ആയ എലനോർ റെസിബൽ മെയ് എന്ന 23 വയസ്സുകാരിയുമായിട്ട് മൂന്നാർ വന്നു. മൂന്നാറിൻ്റെ മലമുകളിലെല്ലാം അവർ ഓടി നടന്ന് കാണുകയുണ്ടായി. കാട്ടുപൂക്കൾ, കുറിഞ്ഞിപ്പൂക്കൾ, അങ്ങനെ ഭയങ്കര വർണ്ണാഭമായ കാഴ്ചകൾ കണ്ട് മതി മറന്ന് അവർ ആ ദേശത്തെ, ആ മൂന്നാറിനെ ഇഷ്ടപ്പെടുകയാണ്. മുതിരപ്പുഴയാറും ഒഴുകുന്ന സൗന്ദര്യം, അതിൻ്റെ കളകള ഉള്ള സൗണ്ടുകളും എല്ലാം കേട്ട് ആ കുന്നുംപുറത്ത് അവർ നിൽക്കുകയാണ്. ഈ ദേശത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആ 23കാരി തമാശയായിട്ടെങ്കിലും സ്വന്തം പ്രിയതമനോട് പറയുകയുണ്ടായി, ഒരുപക്ഷെ ഞാൻ ഇവിടെ കിടന്ന് മരിച്ചു പോയാലും എന്നെ ഇവിടെ അടക്കണം എന്ന്. ഹണിമൂണിൻ്റെ സമയമൊക്കെ കഴിഞ്ഞ് അവർ വീണ്ടും തിരിച്ച് അവരുടെ ദേശത്തോട്ട് പോയി. താമസിക്കാതെ തന്നെ അവർ വീണ്ടും തൂത്തുക്കുടി പോർട്ടിൽ അവർ കപ്പലിറങ്ങുകയും അവിടുന്ന് ട്രെയിൻ മാർഗം ആണ് മൂന്നാറിലേക്ക് അവർ വരുന്നത്. അന്നേരം തൂത്തുക്കുടി പോർട്ടിൽ ട്രെയിൻ ഇറങ്ങിയ സമയത്ത് അവിടുത്തെ ഒരു ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിലാണ് ഇവർ രണ്ടുപേരും താമസിച്ചത്. അന്നത്തെ കാലം നമുക്കറിയാമല്ലോ, ഇന്നത്തെ കാലത്ത് തൊട്ടല്ലല്ലോ. കോളറ പന്തലിച്ച് നിൽക്കുന്ന സമയമാണ്. അവിടുത്തെ ഒരു ഗസ്റ്റ് ഹൗസിലെ ഒരു ജോലിക്കാരന് കോളറയുടെ അസുഖം ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിൽ നിന്നും ഈ 23കാരിക്ക് കോളറ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് കോളറ ഇവർക്ക് വ്യാപിച്ചു, മൂർച്ഛിച്ചു. ഇവരെ മൂന്നാറിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് 1894 ഡിസംബർ മാസം 23-ാം തീയതി, ക്രിസ്തുമസിന് 2 ദിവസം മുമ്പ് ഈ 23കാരി മരണപ്പെടുകയുണ്ടായി. സ്വാഭാവികമായിട്ടും നമുക്കറിയാമല്ലോ, മരിക്കുമ്പോൾ അവരെ അടക്കണം, അവരുടെ നാട്ടിൽ കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പ് നടത്തിയപ്പോൾ ആ 23കാരിയുടെ ഭർത്താവ് ഹെൻറി നൈറ്റ് പറയുകയാണ്, എൻ്റെ സഹധർമ്മിണിയുടെ ആഗ്രഹം ഈ നാട്ടിൽ തന്നെ അവരെ അടക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ നാട്ടിൽ തന്നെ അവരെ അടക്കുക. പഴയ മൂന്നാറിൽ നിന്നും പുതിയ മൂന്നാറിലോട്ട് പോകുമ്പോൾ അവിടെ ഒരു കുന്നുംപുറത്ത് ഈ